ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് തന്നെ നമുക്ക് വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് കേട്ടോ. അപ്പൊ ഇന്ന് നാളെയൊക്കെ വരുന്ന വിശേഷം നമ്മൾ മെയിൻ ചാനലിലാണ് കൊടുക്കുന്നത്. അപ്പം ഇത് വരാനിരിക്കുന്ന വിശേഷം മാത്രമാണ് നമ്മൾ ഈ ചാനലിൽ ഇടുന്നത്. അപ്പൊ ഏതെങ്കിലും വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്തിട്ട് പോകണം. പിന്നെ പറയാനുള്ളത്, ഇപ്പം പുതിയൊരു ഫംഗ്ഷനും കൂടെ നമുക്ക് വന്നിട്ടുണ്ട്, ഹൈപ്പ്. അപ്പൊ ലൈക്ക് പോലെ തന്നെയാണ്. അപ്പൊ ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഹൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് ഹൈപ്പും കൂടെ ചെയ്യാൻ നോക്കണം, ലൈക്ക് ചെയ്തിട്ട്. അപ്പൊ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അപ്പൊ ഹൈപ്പും കൂടെ ചെയ്യാൻ നോക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടന്നാൽ, അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് വിശേഷമൊക്കെ നിങ്ങളോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കള്ളത്തരം പിടിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല. നമ്മുടെ ശ്രുതി ആ ഒരു പൈസ ഇല്ലേ, അത് നമ്മുടെ നീലിമ തന്നതല്ല, നീലിമയുടെ അച്ഛൻ തന്നതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അത് പൊളിയുകയാണ്. നമ്മുടെ സച്ചി തന്നെയാണ് അത് പൊളിച്ചെടുക്കുന്നത്, വേറൊന്നുമല്ല. സച്ചി പൊളിച്ചെടുക്കുന്നത് നീലിമയുമായിട്ട് പെട്ടെന്ന് ഒരു ദിവസം യാദർശികവശാൽ കാണുകയും അപ്പൊ നീലിമയോട് കേസിന്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ നീലിമ കാര്യം തുറന്നു പറയുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അയ്യോ ഇത് സുധിയുടെ ആ നീലിമയാണെന്ന് മനസ്സിലാകുകയും അപ്പം അന്ന് കൊടുത്ത ആ പൈസ, അതായത് വീട്ടിൽ കൊണ്ടുവന്ന പൈസ നമ്മുടെ നീലിമ കൊടുത്താണെന്നൊക്കെ അറിഞ്ഞിട്ട് ഇതേതായാലും മൊത്തം ഫ്ലാഷ് ആക്കുന്നുണ്ട്. ചന്ദ്രയൊക്കെ അറിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ നമ്മുടെ ശ്രുതിയോട് മിണ്ടാതൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗമായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പൊ ഇവര് കടയൊക്കെ ഇട്ടു കേട്ടോ. നമ്മുടെ ശ്രുതിയും കടയൊക്കെ ഇട്ടു. ആ ഒരു ഫർണിച്ചർ കടയില്ലേ, ഇപ്പം ഫർണിച്ചർ കടയല്ല സോറി, മറ്റേ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ വിൽക്കുന്ന കടയാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കതാണ് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സച്ചി പറഞ്ഞ ആ ഒരു കട, ആ കട തന്നെയാണ് അവർ മേടിക്കുന്നത്. അത് വളരെ നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ കട കുഴപ്പമൊന്നുമില്ലാതെ, തരക്കേടില്ലാതെ നല്ല ലാഭത്തിൽ തന്നെയാണ് പോകുന്നത്. അങ്ങനെ അവര് എന്താ ചെയ്യുന്നത്, ഒരു ബീച്ച് ഹൗസ്, ബീച്ചിനടുത്തൊരു ഹൗസ് അവര് മേടിക്കാൻ തീരുമാനിക്കുകയാണ്, ശ്രുതിയും കൂടി ചേർന്ന്. അപ്പൊ ശ്രുതിയുടെ ഒരു തീരുമാനമാണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ തന്നെ ഇവർക്ക് ലാഭമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇവർക്കൊന്ന് മാറിയൊക്കെ താമസിക്കാനും അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടി ഒക്കെ മേടിച്ചു വെക്കുന്നത് നല്ലതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവര് എന്നാ പിന്നെ ഒരു ബീച്ച് ഹൗസ് മേടിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ബീച്ച് ഹൗസ് മേടിക്കാൻ പോകുന്നത്. അതായത് ബീച്ചിനടുത്തുള്ള ഒരു ഹൗസാണ്. അത് വലിയൊരു എന്താ പറയാ, ബീച്ചിനടുത്തുള്ള ആ ഒരു മോഡലിലൊക്കെ വളരെ വലിയൊരു വീടാണ് കേട്ടോ. ഇപ്പം ബീച്ചിനടുത്താണെന്നാണ്, അതുകൊണ്ടാണ് ബീച്ച് ഹൗസ് എന്ന് പറയുന്നതിന്. അപ്പൊ അങ്ങനെ ആ ഒരു ഹൗസ് മേടിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പം അതിന് കുറച്ച് എന്താ പറയാ, നമ്മുടെ ശ്രുതിക്ക് അബദ്ധം പറ്റുന്നുണ്ട്. അതായത് ആ ബീച്ച് ഹൗസ് ഒരു കടക്കണിയിലായി കിടക്കുന്ന ഒരു വീടാണത്. ആ ഒരു ഹൗസ് കടക്കണി എന്ന് പറഞ്ഞാൽ വലിയ കടക്കണിയിലായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇതിന്റെ ആ ഓണർ നമ്മുടെ ശ്രുതിയുടെ തലയിൽ കെട്ടിവെക്കുന്നതാണ് കേട്ടോ. അപ്പൊ ശ്രുതിക്ക് അറിയില്ലല്ലോ, ശ്രുതി എടുത്തോ പിടിച്ചോ, അയ്യോ വലിയ വീട് ബീച്ച് ഹൗസില്, തന്റെ വീട്ടിൽ ആർക്കും ഇങ്ങനെ ഒരു വീടില്ല, സച്ചിക്കില്ല, ശ്രീകാന്തിനില്ല. അപ്പൊ പിന്നെ താന് കച്ചവടമൊക്കെ നടത്തി, ബിസിനസ് ഒക്കെ നടത്തിയിട്ടൊരു വീട് മേടിക്കുന്നു. ഓഹോ, ഭയങ്കരമല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത് പൊട്ടനാണല്ലോ. പെട്ടെന്ന് തന്നെ അവര് വരുന്നു, പെട്ടെന്ന് തന്നെ വീട് പോയി കാണുന്നു, ഇഷ്ടപ്പെടുന്നു, ശ്രുതിയോട് പറയുന്നു. ശ്രുതിക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ട് പോലും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ പിന്നെ ഈ നമ്മുടെ ശ്രുതിയാണല്ലോ ഭരിക്കുന്നത് ശ്രുതിനെ, അതങ്ങ് ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. കാരണം അത് മാറാൻ കാരണം നമ്മുടെ ചന്ദ്ര തന്നെയാണ്. അപ്പം ചന്ദ്ര ഈ കള്ളത്തരം കണ്ടുപിടിച്ചല്ലോ, സച്ചിയാണ് കള്ളത്തരം കണ്ടുപിടിച്ചത് ആ ഒരു 50 ലക്ഷം രൂപയുടെ. എങ്കിൽ പോലും ചന്ദ്ര ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയെ ഡിവോഴ്സ് ചെയ്യാനൊക്കെ കുറച്ച് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി ശ്രുതിയോട് പറയുന്നുണ്ട് ചന്ദ്ര. അപ്പൊ അത് പ്രകാരം ശ്രുതി ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഇടയ്ക്കാണ് പറഞ്ഞു കൊടുത്തത് നമ്മുടെ ചന്ദ്ര, നീ നിന്റെ പെണ്ണുപിള്ളനെ വരച്ച വരയിൽ നിർത്തിയില്ലെങ്കിൽ നിനക്കിട്ട് പണി കിട്ടൂടാ, അത് ഉറപ്പാ, നീ പെണ്ണുപിള്ള പറയുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുതെന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ശ്രുതി ഇച്ചിരി പിടിച്ചാണ് പോകുന്നത്. ശ്രുതിയുടെ മുമ്പിൽ അങ്ങോട്ടേക്ക് അത്രയ്ക്ക് താന്നൊന്നും നിൽക്കുന്നില്ല, ഇച്ചിരി പിടിച്ചൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി പറയുന്നതല്ലാതെ ശ്രുതിക്ക് കേൾക്കാനും പറ്റില്ല. ശ്രുതി നോക്കിയപ്പോഴത്തേക്കും വലിയ വീട്, രേവതിക്ക് വീടില്ല, ശ്രീകാന്തിനും അതുപോലെ തന്നെ വർഷയ്ക്കും വീടില്ല. ഇവരൊറ്റയ്ക്ക് ഒരു വീടൊക്കെ മേടിക്കാന്ന് പറഞ്ഞാൽ ആരുടെയും സ്വപ്നമാണല്ലോ. അപ്പം എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, 30 ലക്ഷം രൂപയ്ക്ക് ആ വീട് കിട്ടുന്നത്. വെറും 30 ലക്ഷം രൂപയ്ക്ക്, ഒന്ന് ഓർത്ത് നോക്കണം. വെറും 30 ലക്ഷം രൂപയ്ക്ക് ആ ബീച്ച് ഹൗസിൽ ഏറ്റവും വലിയൊരു വീട് നോക്കി കിട്ടണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാണുമല്ലോ. അതുപോലും ചിന്തിക്കാതെ എടുത്ത് ചാടിയാണ് ഈ ബീച്ച് ഹൗസിൽ ആ ഒരു വീടിന്റെ ആ ഒരു ഇതൊക്കെ അവര് എന്താ പറയാ മേടിക്കുന്നത്. അപ്പൊ ഈ ബീച്ച് ഹൗസ് മേടിക്കുമ്പം ആദ്യം 30 ലക്ഷം കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ.
ആദ്യം കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ബാക്കി പിന്നെ തന്നാ മതി എന്നെങ്ങാണ്ട് പറയാണ്. അതോ 30 ലക്ഷമാണോ കൊടുക്കുന്നത്, 30 ലക്ഷത്തിൽ കൂടുതലാണോ എന്നും എനിക്ക് അറിയത്തില്ല, കറക്റ്റ് ഞാൻ പറയുന്നില്ല കേട്ടോ. ഏതായാലും പകുതി പൈസ ആദ്യം കൊടുക്കുകയാണ്, എന്നിട്ട് ബാക്കി 30 ലക്ഷമാണെന്ന് തോന്നുന്നു ആദ്യം കൊടുക്കുന്നത്. അപ്പം 30 ലക്ഷത്തിൽ കൂടുതലായിരിക്കും ഇതിന്റെ തുക. 30 ലക്ഷം ആദ്യം കൊടുത്തിട്ട് അവർക്ക് അത്യാവശ്യമായിട്ട് നാട്ടിലല്ല വെളിയിലെങ്ങാണ്ട് പോകണം. അവർക്ക് വെളിയിൽ പോകുന്നത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് ഇത് വിറ്റേ പറ്റൂ എന്ന് പറഞ്ഞ് വെപ്രാളപ്പെട്ടാണ് എല്ലാം എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ചന്ദ്ര അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ പൊന്നു, എന്റെ മക്കള് ബീച്ച് ഹൗസ് മേടിക്കാൻ പോകുന്നു, പിന്നെ പറയാനുണ്ടോ, അയ്യോ പിന്നെ അങ്ങ് തുടങ്ങിയില്ലേ എന്റെ സുതിമോൻ എന്ന് പറഞ്ഞാൽ പിന്നെ അലിഞ്ഞങ്ങ് പോകുമല്ലോ. സുതിമോൻ ബീച്ച് ഹൗസ് മേടിക്കുന്നു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ മിക്കവാറും അനൗൺസ്മെന്റ് ചെയ്ത് നടക്കാൻ വേണ്ടി ഒരു ജീപ്പ് മറ്റേ കോളാമ്പി കൂടെ എടുത്ത് വെക്കും നമ്മുടെ ചന്ദ്ര. അതുപോലെയാണല്ലോ. അങ്ങനെ ഈ ബീച്ച് ഹൗസ് കാണാനൊക്കെ ആയിട്ട് നമ്മുടെ രേവതിയും സച്ചിയും ശ്രീകാന്തും വർഷയൊക്കെ പോകുന്നുണ്ട്, ഇവരെല്ലാവരും പോകുന്നുണ്ട്. അപ്പം കുറച്ച് ദിവസം അവിടെ താമസിക്കാന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പ്ലാൻ ചെയ്യുകയാണ്. അപ്പൊ ഇവരുടെ ബീച്ച് ഹൗസ് കാണുകയും ചെയ്യും, അവിടെ താമസിക്കുകയും ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷം, നല്ല കാര്യം. ഒരു വീട് മേടിക്കുന്നത് എല്ലാവരുടെയും സ്വപ്നം തന്നെയാണല്ലോ. പ്രത്യേകിച്ച് രേവതിക്കോ വർഷയ്ക്കോ ഒന്നും കുശുമ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടമായി. പക്ഷെ സച്ചിക്ക് ഇവർ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ബീച്ച് ഹൗസ് ഒക്കെ മേടിക്കാൻ, അതും അത്രയും വലിയ ബീച്ചേഴ്സും ഒരു 30 ലക്ഷം രൂപയ്ക്ക് എന്നൊക്കെ സച്ചിക്ക് അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. പിന്നെ എന്തെങ്കിലും ആട്ടെ എന്നൊക്കെ ഓർത്തിട്ട് നമ്മുടെ സച്ചി ഇരുന്നു. അങ്ങനെ ഇവര് പോകാനുള്ള തത്രപ്പാടിലൊക്കെയാണ്. അപ്പം പോകാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ രേവതി ആണെങ്കിൽ രാവിലെ ഇവർക്ക് 5 മണിക്ക് അങ്ങാണ്ട് ബീച്ച് ഹൗസിൽ പോകണം. അപ്പൊ രാത്രി അങ്ങാണ്ട് പൂ കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ എന്നിട്ട് പറഞ്ഞു, അല്ല ചേച്ചി രാവിലെ എണീക്കേണ്ടതല്ലേ ചേച്ചി, പൂ കെട്ടിക്കൊണ്ടിരുന്ന എങ്ങനെ ശരിയാവും? അത് സാരമൊന്നുമില്ല, എനിക്ക് നാളെ രാവിലെ ഒരുപാട് പൂവിന്റെ ഓർഡർ ഉണ്ട്, അതൊക്കെ കൊടുക്കാനുണ്ട് വർഷ എന്ന് പറയുമ്പോൾ, അയ്യോ ചേച്ചി ഇത്രമാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് ജോലി ചെയ്യുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ ചേച്ചി ഒരു അത്ഭുതം തന്നെയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വർഷ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചന്ദ്ര വന്നിട്ട്, ഇവിടെ എന്താ ഇതുവരെ കിടക്കാറൊന്നും ആയില്ലേ? താമസിച്ച് കിടന്നിട്ട് വേണം താമസിച്ച് എണീക്കാന്. നാളെ അവരുടെ ബീച്ച് ഹൗസിന്റെ താക്കോല് കിട്ടുന്ന ദിവസമല്ലേ, കീ കിട്ടുന്ന ദിവസമല്ലേ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകാനുള്ളതെന്ന് അറിയാലോ. എന്നിട്ടാണോ ഇതുവരെ കിടക്കാതെ, എടി പോയി കിടക്കടി രേവതി എന്ന് പറഞ്ഞപ്പം, അത് പിന്നെ അമ്മേ ഞാൻ കിടന്നോളാം, ഞാൻ എത്ര താമസിച്ച് കിടന്നാലും നേരത്തെ എണീറ്റാ പോരെ. അയ്യോ ഇനിയിപ്പം നീ എണീക്കാതിരുന്നിട്ട് അതൊരു കാരണം പറഞ്ഞിട്ട് അവരുടെ ഇതിന് പോകാതിരിക്കാനല്ലേ നിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോ, എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല, ഞാൻ എന്തിനാ അങ്ങനെ ഉദ്ദേശിക്കുന്നത്, അമ്മയ്ക്ക് എന്താ അമ്മ എന്തിനാ എന്റെ മെക്കിട്ട് കയറുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, എന്റെ പൊന്നു രേവതി നിന്നോട് പോയി കിടക്കാനാ പറഞ്ഞെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും വർഷയ്ക്ക് ദേഷ്യം വന്നിട്ട് വർഷ പറഞ്ഞു, എന്താ അമ്മ ഇത്, രേവതി ചേച്ചി അല്ലേ പൂ കെട്ടുന്നത്, അതിനിപ്പോ അമ്മയ്ക്ക് എന്താ പ്രശ്നം, രേവതി ചേച്ചി രാവിലെ എണീറ്റോളും, എന്ന് രേവതി ചേച്ചി പൂ കെട്ടുകയോ രാവിലെ എണീക്കുകയൊക്കെ ചെയ്യുന്നതല്ലേന്ന് ചോദിച്ചു. വർഷയും കൂടി ഇത് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങ് എന്തോ പോലെ പോയി, പിന്നെ മറുപടി ഇല്ല. അപ്പം ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ മോളെ മോക്ക് ഇവളുടെ സ്വഭാവം അറിയത്തില്ല എന്നിട്ടാ. എന്ത് സ്വഭാവം, എനിക്ക് ഇത്രയും നാളായിട്ട് എല്ലാവരുടെയും സ്വഭാവം വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അമ്മ എന്തിനാ എപ്പോഴും ആന്റി എന്തിനാ എപ്പോഴും രേവതി ചേച്ചിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്, ഇനി അത് പാടില്ല കേട്ടോ എന്നൊക്കെ നമ്മുടെ വർഷ പറയുന്നു. വർഷ പറഞ്ഞ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലല്ലോ, പണമുള്ള വീട്ടിലെ പെണ്ണായതുകൊണ്ട് തന്നെ വർഷ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല നമ്മുടെ ചന്ദ്രയ്ക്ക്. ഏതായാലും ചന്ദ്ര പോയി എന്തെങ്കിലും കാണിക്കുക, എനിക്കൊന്നും അറിയണ്ട, രാവിലെ ഇവിടെ നിന്ന് എണീറ്റാ മതി, രാവിലെ ഇവിടെ എണീക്കണം അത്രേ ഉള്ളൂ, എനിക്കൊന്നും അറിയണ്ട എന്ന് പറഞ്ഞ് ചന്ദ്രയെ അകത്തേക്ക് കയറിപ്പോയി. ഏതായാലും അത് രാവിലെ തന്നെ നമ്മുടെ രേവതി എണീക്കുകയും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടണമല്ലോ. അപ്പം ആദ്യം പോകുന്നത് ചന്ദ്രയും രവീന്ദ്രനും പിന്നെ സുധിയും ശ്രുതിയും വർഷയും ശ്രീകാന്തുമാണ്. രണ്ടാമതാണ് ഇവര് പോകുന്നത്. കാരണം അടുക്കള ജോലിയും കാര്യങ്ങളും എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ട് വേണ്ട രേവതിക്ക് പോകാൻ. അതിൻ്റെ ഇടയ്ക്ക് പൂ കൊടുക്കാൻ പോകണം, അത് കൊടുക്കാൻ പോകണം, ഇത് കൊടുക്കാൻ പോകണം. അപ്പൊ ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് നമ്മുടെ രേവതി ഇറങ്ങി. അപ്പം ആദ്യം ഇവര് ചെന്നു കേട്ടോ. നമ്മുടെ ചന്ദ്രയൊക്കെ ബീച്ച് ഹൗസ് കണ്ടത് ഞെട്ടിപ്പോയി. വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു എന്നതാ ഒരു വീടാണ്. അപ്പൊ ഇത് കണ്ട് പെട്ടെന്ന് ചന്ദ്രയ്ക്ക് അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളൂ. ചന്ദ്രയ്ക്ക് അങ്ങോട്ട് സന്തോഷമാണോ സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ മോനെ ഇത് എന്താന്ന് പറഞ്ഞ് കണ്ണു തള്ളി ഇങ്ങനെ നോക്കുകയാണ്. വർഷയ്ക്ക് പിന്നെ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. വർഷയ്ക്ക് ഇതിനെ ഇതുപോലെയുള്ളത് ഓരോന്ന് കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല അവിടെ ഒരു ഹൗസ് ബോട്ടൊക്കെ സ്വന്തമായിട്ട് നമ്മുടെ വർഷയ്ക്കൊക്കെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വർഷയ്ക്ക് വലിയൊരു അത്ഭുതമൊന്നും തോന്നുന്നില്ല കേട്ടോ. ഏതായാലും നമ്മുടെ സച്ചി വരുന്നതേ ഉള്ളൂ. അപ്പൊ അതിനിടയ്ക്ക് താക്കോലൊക്കെ മേടിച്ച് ഇവര് പോകാൻ തുടങ്ങുകയാണ്. അതായത് അതിന്റെ ഓണർ പോകാൻ തുടങ്ങുകയാണ്. അപ്പൊ താക്കോലൊക്കെ മേടിക്കുന്നു, 30 ലക്ഷം രൂപ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് ബാക്കി തുകയും കൂടെ കിട്ടുമ്പോഴത്തേക്കും എല്ലാം സെറ്റാക്കാം, എഴുതി തന്നേക്കാം, എല്ലാം എഴുതി തന്നേക്കാം എന്നൊക്കെ പറഞ്ഞപ്പോ എഴുതി മേടിച്ചിട്ടില്ല, എല്ലാം അപ്പം എഴുതി തന്നേക്കാം, എഗ്രിമെന്റ് ഒക്കെ ഇപ്പം എഗ്രിമെന്റ് എങ്ങാണ്ട് വെച്ചു, എന്നിട്ട് പൈസ ഫുള്ള് കിട്ടുമ്പോൾ അപ്പം എഴുതി തന്നേക്കാം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും എല്ലാം സെറ്റാക്കിയിട്ട് പോവുകയാണ്. അപ്പൊ രേവതിയും സച്ചിയും വന്ന് ഇറങ്ങുന്നു. അപ്പൊ സച്ചിക്ക് ഇവരെ കണ്ടിട്ട് അത്രയ്ക്ക് പന്തിയാകുന്നില്ല. ഈ ഓണറിനെയൊക്കെ കണ്ടിട്ട് സച്ചിക്ക് അത്രയ്ക്ക് എന്തോ ഒരു കള്ളത്തരം പെട്ടെന്ന് അറിയാലോ സച്ചിക്ക്. അപ്പൊ സച്ചി ഇവര് തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അവര് പെട്ടെന്ന് കയറി പോകുകയും ചെയ്യും. അവർക്ക് ഭയങ്കര വെപ്രാളം, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി. ഇത് കിടക്കുന്നതാണേ, ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്തുകൊണ്ട് പോകാനുള്ള സാധനമാണിത്. അതാണ് നമ്മുടെ ശ്രുതിയും
സുധിയും കൂടെ മേടിച്ചിരിക്കുന്നത്. ഓരോരോ അബദ്ധങ്ങളെ. അപ്പൊ അങ്ങനെ നമ്മുടെ സച്ചി കയറി വന്നിട്ട് അവരെന്താ പെട്ടെന്ന് പോയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ അവർക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാന്ന് പറഞ്ഞു. അപ്പൊ അതിനിടയ്ക്ക് നമ്മുടെ ചന്ദ്രനെ അങ്ങോട്ട് പുകഴ്ത്തി പറഞ്ഞു കേട്ടോ, അയ്യോ സുധിയുടെ അമ്മയാണോ? സത്യമായിട്ട് സുധീനെ കണ്ടപ്പോൾ ഞങ്ങൾ ഓർത്തു ഇതുപോലെ ഒരു അമ്മ തന്നെ ആയിരിക്കുന്നു. എന്താ ഒരു ഐശ്വര്യം, എന്താ എന്താ മുഖലക്ഷണം, നല്ല അന്തസ്സുള്ള കുടുംബത്തിലെ പിറന്നതാ സുധീന്ന് എനിക്ക് സുധീനെ കണ്ടപ്പോഴേ മനസ്സിലായി. അമ്മ നിലവിളക്ക് പോലെയല്ലേ ഇരിക്കുന്നേ, പിന്നെ എങ്ങനെയാ വിളങ്ങാതിരിക്കാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറെ പുകഴ്ത്തൊക്കെ ചെയ്തായിരുന്നവര്. ഈ പുകഴ്ത്തുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ നമ്മുടെ ചന്ദ്രയ്ക്ക്. അതുകൊണ്ട് ചന്ദ്ര അത് കേട്ടോണ്ട് നിൽക്കുകയും ചെയ്തു. ഇപ്പൊ സച്ചി ഇവരെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയും, ഇവരെ കള്ള ലക്ഷണമുണ്ട്, എന്തോ ഒരു ഇത് തോന്നുവാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, പിന്നെ അവര് കള്ളന്മാരും കള്ളികളൊന്നും അല്ല, അവര് സത്യസന്ധമായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുകയും പറയുകയും ചെയ്യുന്നത്. അവർക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഞാൻ അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നതാണെന്നും അതുപോലെ എന്നെ കണ്ടിട്ടുണ്ടെന്നല്ല നിലവിളക്കിന്റെ ഐശ്വര്യം എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ ആണോ, വെറുതെ അല്ല എന്നിങ്ങനെ സച്ചി പറഞ്ഞപ്പോ സച്ചിയൊക്കെ വീടൊക്കെ മൊത്തം നോക്കി കാണപ്പോ രേവതിയും പറഞ്ഞു വലിയ വീടാണല്ലോ എന്നൊക്കെ പറഞ്ഞു. എങ്കിലും സച്ചിക്ക് അങ്ങോട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ 30 ലക്ഷം രൂപയ്ക്ക് ഇത് എങ്ങനെ കിട്ടി എന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഏതായാലും വലിയ മണ്ടത്തരമാണ് സുധിയും ചെയ്തു വെച്ചിരിക്കുന്നത്. 30 ലക്ഷം രൂപ പോയി, അത് പോയി, അതിനി കിട്ടത്തില്ല, അത് പോയൊരു മട്ടാണ്, കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ 30 ലക്ഷം രൂപ കൊണ്ട് തൊലച്ച് കളയാൻ എന്ത് ചെയ്യാനാണല്ലേ. ഏതായാലും ഇതിവിടെ ഇരിക്കട്ടെ, ബാക്കി കഥയൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വരാട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു ഞാൻ പറഞ്ഞ സീനൊക്കെ ഇല്ലേ, അതൊരു 2, 3, 4 എപ്പിസോഡൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ചുരുക്കി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ ഒരു രണ്ടാഴ്ചത്തേക്ക് ഓടാനുള്ള എപ്പിസോഡുണ്ട് ഞാനിപ്പോ ഈ പറഞ്ഞത്. അപ്പൊ ഇതിനിടയ്ക്ക് കുറെ ഡയലോഗും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമ്മൾ അപ്കമിങ് വിശേഷം കേട്ടോ ഇതിലിടുന്നത്, ഫുൾ വിശേഷവും അതുപോലെ തന്നെ നാളത്തെ പ്രേമവിശേഷവും നമ്മൾ മെയിൻ ചാനലിലാണ് കൊടുക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. അപ്പം അത് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ മെയിൻ ചാനലിന്റെ ലിങ്ക് ഒന്ന് ചോദിച്ചാൽ മതി, കമന്റ് ബോക്സിൽ ഞാൻ തരാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു സായാഹ്നമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പം ലൈക്ക് അടിക്കുന്നതിലൂടെ ഹൈപ്പ് കൂടെ ചെയ്യാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.